മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ക്ഷമയോടെ കാത്തിരിക്കുക. മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. എത്ര പേർ കൂടെ ഉണ്ടായിരുന്നു എന്നതല്ല, രക്ഷയ്ക്കായി ആരാണ് കൂടെ നിന്നത് എന്നതിലാണ് കാര്യം. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കരുത്. പകരം സന്തോഷിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ ഈശ്വരൻ നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. ഭക്തരെ, ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ ജീവിതയാത്രയിലെ തടസ്സങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ തളർത്താൻ കഴിയില്ല. വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങളെപ്പോലെയാകണം ഓരോ വ്യക്തിയും. എത്ര താഴ്ചയിൽ ചെന്നു പതിച്ചാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം. ഒരാളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം കുറയുമ്പോൾ അയാൾ നിങ്ങൾക്കു വേണ്ടി കണ്ടെത്തുന്ന സമയവും കുറഞ്ഞുവരും. ഭക്തരെ, സങ്കടങ്ങൾ നൽകിയ കാലത്തെ വേഗം മറക്കുക. അതു നൽകിയ പാഠത്തെ ഒരിക്കലും മറക്കരുത്. പകർത്തിയും തിരുത്തിയും പഠിച്ചും പരീക്ഷിച്ചും മുന്നോട്ടു പോകാൻ കഴിയണം. നിങ്ങളെ കേൾക്കുന്നവരോട് സംസാരിക്കുക. സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും നിങ്ങളെ വേണ്ടാത്തതുമായ മനസ്സുകളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. ഭക്തരെ, അനുഭവങ്ങളാണ് നിങ്ങളെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മോശം തീരുമാനങ്ങളിൽ നിന്നുമാണ്. അതാണ് ജീവിതം. അതിനാൽ ഇതുവരെ എടുത്ത മോശം തീരുമാനങ്ങളെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. അതിൽ നിന്ന് പഠിച്ചത് നല്ല പാഠങ്ങൾ തന്നെയാണ്. ഭക്തരെ, ആരിൽ നിന്നും നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. നാവുകൊണ്ട് സ്നേഹം അഭിനയിക്കുന്നവർക്കാണ് ജീവിതത്തിൽ പ്രാധാന്യം. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും മാത്രമാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ മറികടക്കാൻ ശ്രമിക്കുക. സ്വയം പഴി പറയുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക. ബുദ്ധിമാനായ ഒരു വ്യക്തി തൻ്റെ ഭാവി തീരുമാനവും തൻ്റെ വരുമാനവും ആരോടും പറയില്ല. ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ 2 കാര്യങ്ങൾ ചെയ്യുക. തളർത്താൻ നിൽക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുക. താങ്ങായി നിൽക്കുന്നവരെ കേൾക്കാൻ ശ്രമിക്കുക. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന തെറ്റാണ് നിങ്ങളുടെ വികാരങ്ങളും കഴിവുകളും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ സ്നേഹവും കരുതലും കണ്ണുനീരും വിലപ്പെട്ട സമയവും നീക്കിവെക്കുന്നത്. സുഖം തേടിപ്പോകുന്നവർക്ക് ഒരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഒരാളെ വിട്ട് മറ്റൊരാളിൽ സന്തോഷം തേടിപ്പോകാനും കഴിയില്ല. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് കാരണമാകുന്നത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.